വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഇപ്പോൾ വമ്പൻ അട്ടിമറികൾ പല സ്ഥലങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ തന്നെ എടുത്തു പറയേണ്ട സ്ഥലം തന്നെയാണ് ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം തന്നെ ഇപ്പോൾ വളരെ വലിയ ഞെട്ടിക്കുന്ന അട്ടിമറികൾ തന്നെയാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ BJPയിലേക്ക് ഇപ്പോൾ ഒരു പ്രമുഖ വ്യക്തി എത്തിയിരിക്കുകയാണ്. മുൻ മന്ത്രി തന്നെയാണ് ഇപ്പോൾ BJP പാർട്ടിയിലേക്ക് ചേർന്നിരിക്കുന്നത് തന്നെ. അത് തീർച്ചയായിട്ടും ഈ പറയുന്ന കോൺഗ്രസിനെ ഉൾപ്പെടെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേന്ദ്രഭരണ പ്രദേശത്ത് അടുത്ത മാസം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ BJPയിൽ ജമ്മു കാശ്മീർ ആപ്നി പാർട്ടി വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ചൗധരി സുൽഫ്കർ അലി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആയിട്ടുള്ള അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയതും അതിനുശേഷം വന്ന വാർത്തകൾ, അതായത് അലി BJPയിൽ ചേരുന്നു എന്നുള്ള വാർത്തകളൊക്കെ തന്നെ ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും അത് ശരിയായിരിക്കുകയാണ്. അലി ഇപ്പോൾ BJPയിൽ ചേർന്നിരിക്കുന്നു എന്ന വാർത്തകൾ തന്നെയാണ് പുതുതായിട്ട് പുറത്തു വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും BJPയിൽ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള പ്രമുഖ വ്യക്തിയായിട്ടുള്ള അലി ഇപ്പോൾ BJPയിൽ എത്തിയിരിക്കുകയാണ്. അതായത് അഭിഭാഷകനായ അലി 2008-2014 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ രജൌരി ജില്ലയിലെ ദർഹാൽ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി PDP ടിക്കറ്റിൽ വിജയിച്ച വ്യക്തിയാണ്. 2015 മുതൽ 2018 വരെ മെഹബൂബ മുഫ്തിയുടെ നേതൃത്വത്തിലുള്ള PDP BJP സഖ്യ സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയായി സേവനമനുഷ്ഠിച്ചിരുന്നു. 2018 ജൂണിൽ ദേശീയ പാർട്ടി സർക്കാരിൽ നിന്ന് പുറത്തായതിനെ തുടർന്ന് സഖ്യ സർക്കാർ തകർന്നു. മുൻ മന്ത്രി അൽതാഫ് ബുഖാരിയുടെ നേതൃത്വത്തിലുള്ള നിരവധി PDP നേതാക്കൾ പിന്നീട് 2020 അപ്നി പാർട്ടി സ്ഥാപിക്കുകയായിരുന്നു. അലി അതിൻ്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായിരുന്നു. ഡൽഹിയിൽ ആഭ്യന്തരമന്ത്രിയുമായി അലി കൂടിക്കാഴ്ച നടത്തിയെന്നും ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ അദ്ദേഹവുമായി ചർച്ച നടത്തിയെന്നും BJP നേതാവ് പറഞ്ഞിരുന്നു. BJPയിൽ ചേരാൻ അദ്ദേഹം സന്നദ്ധത പ്രകടിപ്പിച്ചു എന്ന് തിരഞ്ഞെടുപ്പിന് മുമ്പായി ചേരുന്നത് കേന്ദ്രഭരണ പ്രദേശത്ത് സ്വന്തമായി സർക്കാർ രൂപീകരിക്കാൻ ശ്രമിക്കുന്ന പാർട്ടിക്ക് വലിയ ഉത്തേജകമാകുമെന്ന് നേതാവ് പറഞ്ഞിരുന്നു. എന്നാൽ അതിപ്പോൾ ശരിയായിരിക്കുകയാണ്. ഇപ്പോൾ അലി BJPയിൽ ഒഫീഷ്യലായിട്ട് തന്നെ ചേർന്നിരിക്കുകയാണ് എന്നുള്ള വാർത്ത തന്നെയാണ് കിട്ടുന്നത്. സെപ്റ്റംബർ 18, 25, ഒക്ടോബർ 1 തീയതികളിൽ 3 ഘട്ടങ്ങളിലായിട്ട് തന്നെയാണ് ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചത്. വോട്ടെണ്ണൽ ഒക്ടോബർ 4 ആയിരിക്കുമെന്ന് അറിയിച്ചിരുന്നു. ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് മേഖലയിൽ ജനാധിപത്യത്തിന്റെ വേരുകൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് അമിത്ഷാ പറഞ്ഞിരുന്നു. ജമ്മു കാശ്മീരിലെയും ഹരിയാനയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തെ BJP സ്വാഗതം ചെയ്തതിന് പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ച നടന്നതും അതോടൊപ്പം തന്നെ ഇപ്പോൾ BJPയിലേക്ക് അലി ചേർന്നിരിക്കുന്നതും. തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ വേരുകൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും കേന്ദ്രഭരണ പ്രദേശത്തിന് വികസനത്തിന്റെ പുതിയ കാലഘട്ടത്തിലേക്കുള്ള വാതിലുകൾ തുറക്കുമെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. സമാധാനവും വികസനവും നിലനിർത്താനും യുവാക്കൾക്ക് ശോഭനമായ ഭാവി ഉറപ്പാക്കാനും കഴിയുന്ന ഒരു സർക്കാർ രൂപീകരിക്കാൻ വൻതോതിൽ വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പിൽ സജീവമായി പങ്കെടുക്കാൻ അദ്ദേഹം ജമ്മു കാശ്മീരിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ പറയുന്ന മുൻ മന്ത്രി കൂടിയായിട്ടുള്ള അലി BJPയിൽ എത്തിയിരിക്കുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ജമ്മു കാശ്മീരിൽ വളരെയധികം നേട്ടമുണ്ടാകുന്ന ഒരു കാര്യമാണെന്നതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും പ്രതിപക്ഷത്ത് നിൽക്കുന്നവർക്ക് ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിന് തന്നെ അത് വളരെ വലിയ തോതിലുള്ള ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് എന്തെല്ലാം തരത്തിലുള്ള നീക്കങ്ങളായിരിക്കും ജമ്മു കാശ്മീരിൽ ഇനി നടക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും ജമ്മു കാശ്മീരിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം.